أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنهم ألفوا آباءهم ضالين. സൂറത്ത് സ്വാഫാത്ത് 69-ാമത്തെ വചനം. തൊട്ട് മുമ്പ് അല്ലാഹു തആല സ്വർഗത്തെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുവാനുള്ള ആഹ്വാനം നൽകി ചെയ്തു. പിന്നീട് നരകമാണോ സ്വർഗമാണോ? ആദ്യം സ്വർഗത്തെ പറ്റി, ഇത് തൊട്ട് മുമ്പ് നരകത്തെ സംബന്ധിച്ച്, അതിനുശേഷം സ്വർഗത്തെ പറ്റി, വീണ്ടും നരകത്തെ പറ്റി. വീണ്ടും അല്ലാഹു തആല ചോദിച്ചു നമ്മളോട്, സ്വർഗമാണോ നരകമാണോ, ഏതാണ് വേണ്ടത്? ഒരു ചോദ്യം നമ്മൾ മുമ്പിലിട്ടു. അങ്ങനെ നമ്മളെല്ലാവരും ഉത്തരം, മുസ്ലിമീങ്ങളെല്ലാവരും ഉത്തരം സ്വർഗം തന്നെയാണ്. ശേഷം അല്ലാഹു തആല പറയണം, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. എന്ത്? ആ നരകത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സംഭാഷണത്തെ സംബന്ധിച്ചാണ് അല്ലാഹു തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. എന്തുകൊണ്ട് അവർ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അത്തരത്തെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നഹും, നിശ്ചയമായും അവർ, അൽഫൗ, അവർ കണ്ടെത്തി, ആബാഅഹും, അവരുടെ പിതാക്കളെ, ളാലീൻ, വഴീശ്വരായി കൊണ്ട്. ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, സൂറത്ത് അഹ്സാബിൽ ഒരു വചനം, അത് ഇങ്ങനെയാണ്. അതായത് അല്ലാഹു തആല നരകത്തിൽ നിന്ന് കുറ്റവാളികളായ ആളുകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോഴേ അവരുടെ ഒരു സംഭാഷണം സൂറത്ത് അഹ്സാബിൽ നമുക്ക് കാണാം. അവർ ഖേദിച്ചുകൊണ്ട് പറയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ ഞങ്ങളെ ഇടപെടാൻ കാരണമായത്? അതിന് കാരണമായ ഒരു ഉത്തരം ഉദ്ധരിക്കുന്നത്, റബ്ബനാ, ഞങ്ങൾ അതാ, ഇന്നാ, നിശ്ചയമായി ഞങ്ങൾ, അതായിന, ഞങ്ങൾ എന്ത് ചെയ്തു, അനുസരിച്ചു, സദത്തന കുബറാന, ഞങ്ങൾ നേതാക്കന്മാരെയും മഹാന്മാരെ ആളുകളെയും ഞങ്ങൾ എന്ത് ചെയ്തു, പിൻപറ്റി ജീവിച്ചു. അവരുടെ കൽപ്പനയ്ക്ക് വഴങ്ങി ഞങ്ങൾ ജീവിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിവെച്ചു പോയാൻ കാരണമായത് എന്ന് എന്ത് ചെയ്തു, ഇവിടെ എത്തിയപ്പോഴാണ്, നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടപ്പോഴാണ് അവർക്ക് ആ കാര്യം ബോധ്യമാകുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്, അക്കാര്യം മുമ്പേ അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ ഒരു മനുഷ്യനെയും പിൻപറ്റാൻ പാടുള്ളതല്ല എന്നുള്ളത് ഖുർആനിലൂടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരൊക്കെ തന്നെ ഇത്തഖുല്ലാഹ് വഅത്വീനി, ജനങ്ങളോട് പറഞ്ഞ പ്രബോധനത്തിൽ സുപ്രധാനമായ പ്രബോധനം എന്താണ്? നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ഷിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുക, ബിദ്അത്തിൽ നിന്നും വിട്ടു നിൽക്കുക, ഹറാമായ കാര്യങ്ങൾ തന്നെ വിട്ടു നിൽക്കുക. പിന്നീട് എന്ത് ചെയ്യണം? നിർബന്ധ കർമ്മങ്ങൾ ജീവിതത്തിൽ പാത്തുമാക്കുക, സുന്നത്തായ കർമ്മങ്ങളൊക്കെ തന്നെ കഴിഞ്ഞെത്തും കൊണ്ടുവരിക. ഇതാണല്ലോ തഖ്വ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് എന്നിട്ടോ മാതൃക അയച്ച് എന്നെ പിൻപറ്റുക. ഫത്തഖുല്ലാഹ് വഅത്വീനി, ഫത്തഖുല്ലാഹ് വഅത്വീനി, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാർത്ഥ്യമാക്കുക. വിരോധിച്ച കാര്യം വിട്ടിക്കുക, കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാർത്ഥ്യമാക്കുക. ആ മാതൃക എവിടുന്നാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്? എന്നെ പിൻപറ്റുക. ആര്? പ്രവാചകന്മാരൊക്കെ തന്നെ ഫത്തഖുല്ലാഹ് വഅത്വീനി. അതാണ് നാം അടിയോരട്ട് മനസ്സിലാക്കേണ്ടത്.
ആ ഇത്തിബാ റസൂല് മുത്തബി റസൂലുകളായിട്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. നമ്മൾ ഷഹാദത്ത് അത് തന്നെയല്ലേ ഒന്നാമത്തെ ഷഹാദത്ത്, രണ്ടാമത്തെ ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത് ശുദ്ധീകരണമാണ്, വിശ്വാസപരമായ ശുദ്ധീകരണം ആണ് നടത്തിയത്. എന്ത് ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ ആരാധനക്കാരനായി മറ്റാരുമില്ല എന്നുള്ള ഷഹാദത്ത് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു വരെ ആരാധിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണല്ലോ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ആരാധനകൾ, നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും പാപമോചന തേട്ടങ്ങളും എന്തൊക്കെയുണ്ട് ആരാധനകളെ വൈബിയെ നിലക്ക് നമ്മൾ നടത്തുന്ന എല്ലാ ഇടപാടുകളും എന്താകുന്നു ആരാധനയാവുന്നു. വിശ്വാസം പറയുകയുണ്ടായി. അദ്വാഹുൽ ഇബാദ, അദ്വാ അത് ആരാധനയാവുന്നു. അള്ളാഹുവിനോട് ദ്വാ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു കോപിക്കും. മറ്റേ ഹദീസ് അങ്ങനെയാണ്, അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്ന അള്ളാഹു കോപിക്കും. അപ്പോൾ ദ്വാ വൈബിയാണ് സഹായഭ്യർത്ഥന, മനുഷ്യ സാധാരണമായ അല്ലാത്ത സഹായഭ്യർത്ഥന ഒക്കെ തന്നെ. അത് ആരായിരിക്കണം, ആരോടായിരിക്കണം? അള്ളാഹുവിനോടായിരിക്കണം. ജീവിച്ചൊരിക്കൽ പരസ്പരമുള്ള സഹായഭ്യർത്ഥനകൾ അതിൽ പെടുകയില്ല. പുണ്യകരമായ കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, സഹായം ചോദിക്കാം. കുറ്റകരമായ കാര്യങ്ങൾക്ക് പാടുള്ളതുമല്ല. ഇക്കാര്യം ആണ് ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബി മക്കയിൽ നേരുന്നവർക്ക് മുശ്രിക്കീങ്ങൾക്കാണ്, മുഅ്മിനീങ്ങളുണ്ടായിരുന്നില്ലല്ലോ. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ അയ്യുനാസ്, ജനങ്ങളെ അയ്യുന ആമനു എന്നല്ല. ഖുർആൻ്റെ നല്ല വിളി നമുക്ക് രണ്ട് നിലക്ക് കാണാം. കാഫിരീങ്ങളെ ഒന്ന്, ജനങ്ങളെ മറ്റൊന്ന്, സത്യവിശ്വാസികളെ ഒന്ന്. നമുക്കറിയാം ഖുർആൻ ഓതികൾക്കും വായിക്കുമ്പോൾ ഇവിടെ യാ യുനാസ് അയ്യുന ആമനു എന്നല്ല, വിശ്വാസികളില്ലല്ലോ അവിടെ. ജനങ്ങളെ ആദ്യമായി ഖുലൂ അയ്യുഹനാസ്, ജനങ്ങളെ ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ അള്ളാഹു അല്ലാതെ ആരാധനക്കാരാൻ മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിക്കൂ, നിങ്ങൾ വിജയം വരിക്കാം എന്നുള്ള ഒന്നാമത്തെ ഹൃദയ ശുദ്ധീകരണം ഉണ്ടാക്കിയത്. വിശ്വാസപരമായി ഇട്ടുള്ള ഒരു ശുദ്ധീകരണം. കാരണം വിശ്വാസത്തിലൂടെയാണ് എന്ത് കർമ്മത്തിൽ തെറ്റ് വരുന്നത്. എന്തൊരു വിശ്വാസമാണ് നമുക്കുള്ളത്, ആ വിശ്വാസത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് വിജയവും പരാജയം ഉണ്ടാവുന്നത്. നബി സാഹബത്തും പഠിപ്പിച്ചു തന്ന ഏകവച്ച മാർഗം, അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ആ വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിന് പഠിപ്പിച്ചു കൊടുത്തു ആ വിശ്വാസം. ആ വിശ്വാസം ആയിരിക്കണം നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. അതല്ലാത്ത വിശ്വാസം പിശാച് നമുക്ക് ഉണ്ടാക്കിത്തരും. അതൊന്ന് സൂക്ഷിക്കണം. നമ്മൾ ആദ്യ നബി ഇസ്ലാമിനെ വഞ്ചിച്ച പിശാച് നമ്മുടെ കൂടെ ഉണ്ട്. നസിയ അത് സ്വയം മറന്നുപോയി എന്നറിഞ്ഞ് വഴിച്ചു പോയി, ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചു. പിന്നീട് എന്ത് ചെയ്തു, ഇസ്തിഗ്ഫാർ ചെയ്തു, അള്ളാഹിനോട് പാപം തേടി, പാപം കൊടുത്തു. ഇബ്ലീസ് തെറ്റ് ചെയ്തു, ഇസ്തിഗ്ഫാർ ചെയ്തില്ല, പുറത്തു കൊടുത്തുമില്ല. അപ്പോൾ നമുക്ക് മനുഷ്യന്മാരൊക്കെ തന്നെ അങ്ങനെ കുല്ലി ബനി ആദം ഹത്താവുൻ വഖൈറു ഹത്തായിൻ തവ്വാബൂൻ, എല്ലാ മനുഷ്യന്മാരും തെറ്റുകുറ്റം ചെയ്യുന്നവരാണ്. പ്രവാചകന്മാർക്ക് മാത്രം പ്രത്യേകം ഒഴിവ് നൽകിയിട്ടുണ്ട്. പ്രവാചകത്വം കിട്ടിയാൽ പിന്നെ അവരെ എത്തുന്നില്ല, അല്ലാഹു തആല അവർക്ക് അവരുടെ പിശാചുക്കൾക്ക് നിയന്ത്രണം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുണ്ടായി, എൻ്റെ പിശാച് ഇന്ന് ഇസ്ലാമം സ്വീകരിച്ചിരിക്കുന്നു. നിവൃത്തിയില്ല, നമുക്കൊക്കെ ഒരു കാഫറായ ഒരു കരീന് പിശാചുണ്ടായിരിക്കും. അല്ലാഹു തആല എന്ത് ചെയ്യുന്നു, നിയോഗിച്ചതാണ്, ഒരു മലക്കുണ്ടായിരിക്കും. ആ കരീന് പിശാച് തിന്മയിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ മലക്കോ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തിലുള്ള ഒരു വടംവലി നൽകുന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യം നബി അലൈഹി സ്വലാം തെറ്റ് ചെയ്തു, പ്രസവിച്ചു, പുറത്തു കൊടുത്തു. മനുഷ്യന്മാരൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്, മനുഷ്യരുടെ സ്വഭാവങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ഈ തെറ്റുകുറ്റുകൾ വരാൻ കാരണം? മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്ന അതേപോലെ ഓതി ഷഹാദത്ത് വലിയ ആളുകൾ എങ്ങനെ അത് അല്ലദീന ആമനു ലം യൽബസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹു തആല പറയുകയുണ്ടായി, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ അക്രമം കൂട്ടിച്ചേർക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യാതിരിക്കുക. എങ്കിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് അങ്ങനെ ആളുകൾക്കാണ് എന്ത് ഉള്ളത്, വിജയമുള്ളത്. അല്ലദീന ആമനു വലം യൽബസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ അംൻ, അവർക്കാണ് ശാന്തി, സമാധാനം, നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവർ തന്നെയാണ്
വിജയം വരിച്ചവരും. അമ്ന് കേട്ടാ. അപ്പം നിർഭയത്വം, എന്താ നിർഭയത്വം? നരകത്തിൽ പ്രവേശിക്കൂല നിർഭയത്വം. അപ്പം എന്ത് വേണം അതിന്? വിശ്വാസത്തിൽ ശിർക്ക് കൂട്ടിക്കലരാൻ പാടില്ല. മറ്റുള്ള തെറ്റുകളൊക്കെ തന്നെ അള്ളാഹു തആല ഇഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ ശിക്ഷിക്കും. അള്ളാഹിൻ്റെ ഇഷ്ടമാണ്. ആ ശിക്ഷിക്കപ്പെട്ട സത്യവിശ്വാസികൾ, തൗഹീദോട് മരിച്ച ആളുകൾ പാപികളാണ് എങ്കിൽ ചിലരെ ശിക്ഷിക്കും, ചിലരെ അള്ളാഹു തആല മാപ്പ് കൊടുക്കും. അള്ളാഹിൻ്റെ ഇഷ്ടമാണ്, പുറത്തു കൊടുക്കും. ശിക്ഷയ്ക്ക് ശേഷമെങ്കിലും അവസാനം എന്തുണ്ട്? അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അതൊക്കെ ഹദീസുകൾ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെ ഹൃദയത്തിൽ എന്ത് വേണം? ഹൃദയത്തെയാണ് തെറ്റിച്ചു കൊണ്ടിരിക്കുന്നത് പിശാച്. ആ തെറ്റിക്കലിൽ നമ്മൾ പെടാൻ പാടില്ല. വിട്ടുപോയാൽ ആരായാലും ശരി, അതിന് മീനെ വഴിവെച്ചില്ലേ മനസ്സിലാക്കുക. എല്ലാ മനുഷ്യന്മാരും പിശാചിന് തെറ്റുകുറ്റങ്ങൾ നമുക്ക് ദുർമന്ത്രം നടത്തിക്കൊണ്ട് വഴിവെപ്പിക്കാൻ പറ്റിയ രൂപത്തിലൂടെയാണ് നമ്മൾ സൃഷ്ടിപ്പ്. അത് പരീക്ഷണമാണ്, അള്ളാഹുവിൻ്റെ മഹത്തായ പരീക്ഷണം. ആ പരീക്ഷണത്തിന് എന്ത് ചെയ്യണം? നമ്മൾ വിജയിക്കണം. പിശാചിൻ്റെ ആ ദുർമത്തിൽ പെടാതെ എന്തായിരിക്കണം? പ്രവാചകന്മാരെ സതുപദേശത്തിൽ, അള്ളാഹുവിൻ്റെ സതുപദേശത്തിൽ, പ്രവാചകൻ്റെ സതുപദേശത്തിലൂടെ ആ മാതിരി ജീവിച്ച് ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ വഴിച്ചു പോകും എന്നുള്ളതാണ് ആദ്യ പ്രവാചകന്മാർ മുഖേന അവസാന പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നമ്മൾക്ക് നൽകിയ പാഠം. അത് നമ്മൾ വിടുമ്പോഴാണ് നമുക്ക് ആ അപകടങ്ങൾ വരുന്നതിനർത്ഥം. ഒന്നൊക്കെ നമ്മൾ നേതാക്കന്മാരെ പിൻപറ്റുക, അതല്ലെങ്കിൽ പണ്ഡിതന്മാരെ പിൻപറ്റുക. അപ്പോഴാണ് നമുക്ക് അപകടങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ചേരിയിൽ പെട്ട അതാണോ അല്ലേ എന്നൊരു പരിശോധന നമുക്ക് ആവശ്യമാണ്. ഇല്ലാത്ത നിലയ്ക്ക് കണ്ടടച്ചുകൊണ്ട് നേതാക്കന്മാരെയോ നമ്മളെ ആരെ നേതാക്കന്മാരെയും ശരി, ഞാൻ ഏത് സംഘടനയിലാണോ ആ സംഘടനയുടെ നേതാവിനെ ഞാൻ പിൻപറ്റുക കണ്ടടച്ചുകൊണ്ട്. ഖുർആനോ ഹദീസോ അതിൻ്റെ വിധികൾ നോക്കാതെ അങ്ങനെ ചെയ്തോളി, അത് ഹലാലാണ് ഇന്ന ഫത്വ, ഖുർആൻ ഹദീസ് ഇല്ലാത്തൊരു ഫത്വ നമ്മൾ സ്വീകരിക്കുക. അതാരായാലും ശരി, ഏത് പണ്ഡിതനായാലും ശരി, ഏത് നേതാവായാലും ശരി, അങ്ങനെ അരുതേ എന്നുള്ളതാണ് ഖുർആൻ നമുക്ക് നൽകുന്ന നിർദ്ദേശം. അപ്പോൾ ഞങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്തിലേക്കാണ് ഞാൻ വരുന്നത്. അവരെന്തുകൊണ്ട് വഴിപിഴച്ചു എന്ന കാര്യം അവിടെ വെച്ചിട്ട് അവർക്ക് ബോധ്യപ്പെടണം. ആ വിഷയമാണ് ഞാനങ്ങൾ ശ്രദ്ധപ്പെടുത്തുന്നത്. അവരെന്ത് നമ്മൾ ഓതി വെച്ച ആയത്ത്, ഇന്നഹും നിശ്ചയമായ അവർ അൽഫൗ കണ്ടെത്തി ആബാഅഹും അവരുടെ പിതാക്കളെ ളാലീൻ വഴിവിശ്വരായി. മരിച്ചൻ ചെന്നപ്പോൾ അവരെ പിതാക്കൾ ആരൊക്കെയാണ് പിൻപറ്റിയിരുന്നത്, പിതാക്കളെ പിൻപറ്റി വഴിച്ച കാര്യം ഇവിടെ പറഞ്ഞത്. അവരെന്ത് ചെയ്യുന്നു? അവർ വഴിച്ചവരാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇനി വല്ല രക്ഷയുണ്ടോ? അവിടെ വെച്ചിട്ട് റബ്ബിർജിയൂൻ എന്ന് മരണസമയം മുതൽ അവർക്ക് ബോധ്യപ്പെടും. അപ്പോൾ പറഞ്ഞു നോക്കും, റബ്ബിർജിയൂൻ മടക്കിക്കൊണ്ട് റബ്ബേ പരലോകത്തും പറഞ്ഞു നോക്കും. അപ്പനായന പരലോകത്തിൽ നിന്ന് എന്തായിരുന്നു? ഞങ്ങളിനെ കണ്ടു. അത് മറ്റൊരു ആയത്തിൽ സൂറത്ത് സജ്ദയിൽ നമുക്ക് കാണാം. കണ്ടു, വിശ്വസിച്ചോ, ഇത് ശരിയാണ്, നരകം ഉണ്ട്, മരണത്തിന് ശേഷം ഉൾപ്പെട്ടിരിപ്പുണ്ട്, ഞങ്ങൾ സത്യമാണ്, ഞങ്ങൾ മനസ്സിലാക്കി. സൂറത്ത് സജ്ദയിൽ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ദുനിയാവിലേക്ക് മടക്കിക്കൊണ്ട് റബ്ബേ എന്ന് അവിടെ വെച്ച് പറയും. മുൻകൂട്ടി അല്ലാഹുവിൽ നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരലോകത്ത് നടക്കുന്നത്, സ്വർഗത്തിൽ വെച്ച് നടക്കുന്നത്, നരകത്തിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു? അല്ലാഹു തആല മുൻകൂറായിട്ട് ഒരു സ്ക്രീനിൽ കാണാവുന്ന എളുപ്പത്തിലൂടെ നമ്മൾ അവരുടെ സംഭാഷണങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. അപ്പം എന്തിനു വേണ്ടിയിട്ട്? അവിടെ വെച്ചിട്ട് യാതൊരു മാറ്റമില്ല. റബ്ബന ഞങ്ങൾ നാഥ ഇന്ന അൻസിമ ഞങ്ങൾ അതായന ഞങ്ങൾ പിൻപറ്റി, സദത്തന ഞങ്ങൾ നേതാക്കന്മാരെ, ഖുർആന അമ്പന്മാരെ, പാലുന അവൻ ഞങ്ങൾ വഴിവെച്ചു, സബീൽ യഥാർത്ഥ മാർഗത്തിൽ നിങ്ങൾ തെറ്റിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണമേന്നാ. അവർക്കും ഇങ്ങൾക്കൊക്കെ ഉണ്ട് ഇരട്ടി. അതുകൊണ്ട് എന്തല്ല രക്ഷയില്ല. അവിടെ വെച്ചിട്ട് അവിടെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ദുന്യാവിൽ നിന്ന് തന്നെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞ് വ്യക്തമാക്കി തരാണ്. സൂറത്ത് ബഖറയിൽ ഒരായത്ത്, അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റുകയും
പരിശുദ്ധ ഖുർആൻ പിൻപറ്റുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുകയും എന്നവർ പറയപ്പെട്ടാൽ അവരെന്ത് ചെയ്യുന്നു? ബൽ നത്തമിഅ അൽഫൈന അലിഹാബാന. വ്യത്യസ്ത രൂപത്തിലൂടെ ഹദീസ് ഖുർആൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ പിതാക്കളെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞ മറുപടി. പൂർവികനായ വാപ്പാപ്പന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പിൻപറ്റിക്കോളാം എന്നുള്ളതാണ് പറഞ്ഞത്. ഖുർആൻ എടുത്തിരിക്കുകയാണ്. സൂറ ബഖറയിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മളെന്തിനാണ് പറഞ്ഞ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്? പ്രവാചകനെ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകനെ വിട്ടുകൊണ്ട് പൂർവികന്മാരെ പിൻപറ്റിയാൽ, പണ്ഡിത പൗരന്മാരെ പിൻപറ്റിയാൽ വഴിച്ചു പോകും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എത്ര വലിയ പണ്ഡിതനായാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ അതിനെക്കാട്ടും വലിയ സാഹിബിമാരൊക്കെ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ സാഹിബിമാരാണ്. അതിപ്പോൾ ഏതെങ്കിലും ഒരു സാഹിബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയ നമ്മൾ ഇല്ലാതെ തെളിവൊന്നും ഇല്ലാതെ ആ സാഹിബ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരമില്ലാതെ നമ്മൾ പ്രവർത്തിച്ചു പോയാൽ നമ്മൾ വഴിപെട്ടു. ഖൗലി ഫീല് തഖ്രീർ, ഒന്ന് കൽപ്പന അല്ലെങ്കിൽ അംഗീകാരം അല്ലെങ്കിൽ പ്രവൃത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒന്നുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് സാഹിബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിൻപറ്റുന്നത്, സാഹിബിനെ എല്ലാം പിൻപറ്റുന്നുണ്ട്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? വഴി തെറ്റിപ്പോകും എന്നുള്ളതാണ് മുൻകൂറായി അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. അല്ലാത്തവരെ ആരെയും ഏത് വിഷയത്തിലായാലും ശരി നബിയെ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? നമ്മളതിടയിൽ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. മരിച്ചുപോയി മഹാത്മാക്കൾ ഇസ്തിഹാസം നടത്തണോ വേണ്ടേ? സമസ്തക്കാർ പ്രമേയ എഴുതി പാസ്സാക്കി. ഇന്ത്യ കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നതെന്ന്, അനേകമായി ചെയ്തു വരുന്നത് അത് ഇസ്ലാമിലെ പ്രമാണമെന്ന് ആര് പറഞ്ഞു? ഖുർആനോ ഹദീസോ അതിനെന്തില്ല? അവർ തെളിവ് ഇല്ല. ഖുർആനോ ഹദീസും ഇല്ല. അതുകൊണ്ടാണ് പ്രമേയം എഴുതി പാസ്സാക്കേണ്ടി വന്നത്. ക്രിസ്ത്യാനികൾ പ്രമേയം എഴുതി പാസ്സാക്കിയാൽ പോരെ? ക്രിസ്ത്യാനികൾ അല്ലാഹു തആല എന്ത് ചെയ്തു? ആക്ഷേപിച്ചു. ഇന്ത്യ തഖദു അഹ്ബാറുഹും റുഹ്ബാനും അർബാബൻ മിൻ ദൂനില്ലാ. ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തഫ്സീർ നമുക്ക് നോക്കിയാൽ കാണാം. ഇസ്ലാം മതം സ്വീകരിക്കണം. അദ്ദേഹക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വരികയാണ്. അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച ആളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വരികയാണ്. വരുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനിയാണ് അയാൾ, ക്രിസ്തീയ പണ്ഡിതനാണ് അയാൾ. അദ്ദേഹം ഈ ആയത്ത് ഓതിക്കൊടുക്കുന്നു കേട്ടുകൊണ്ടാണ് കയറി വരുന്നത് സദസ്സിൽ. അപ്പോൾ അദ്ദേഹം നിഷേധിക്കുകയാണ്. ഇല്ല, ഞങ്ങൾ പണ്ഡിത പുരോഹിതന്മാരെ ആരാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭാഷണം ഹദീസ് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാം, വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇല്ലാതെ ഉണ്ട്. നിങ്ങൾ ഹലാലായ കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നു? ഹറാമാക്കുന്നു. ഹറാമായ കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു? ഹലാലാക്കി തരുന്നു. നിങ്ങളെ പിൻപറ്റുന്നില്ലേ? ഉണ്ട്. അൽത്തിബാണ്, അതവർക്ക് ചെയ്യുന്ന ആരാധനയാണ്. പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുകളാക്കുക എന്നാൽ അവർ ആരാധിക്കുക. നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ അർബാബ് പറയും. ആ അർബാബല്ല. ഇവിടെ പണ്ഡിത പുരോഹിതന്മാർ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ റസൂലും നമുക്ക് നിയമമാക്കി തരാത്ത കാര്യം മനസ്സിലായില്ല, ഞാൻ പറഞ്ഞല്ലോ. അതെന്ത് ചെയ്യുക? ഒന്നുക്ക് ഹലാലാക്കുക അല്ല ഹറാമാക്കുക. അള്ളാഹ് ഹലാലാക്കിയത് ഹറാമാക്കുക, അല്ലെങ്കിൽ അള്ളാഹ് ഹറാമാക്കി ഹലാലാക്കുക. അതാണ് മരിച്ചുപോയ മഹാത്മാക്കൾ ഇസ്തിഹാസ. അള്ളാഹു തആല ഹറാമാക്കിയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേട്ട് അള്ളാഹ് ഹറാമാക്കിയ കാര്യമാണ്. മൗലൂദ്, റാത്തീബ്, ഹദ്ദാദ്, കുത്തുബൈത്തുകളൊക്കെ അള്ളാഹു തആല നീ ഹറാമാക്കിയ കാര്യമാണ്. അള്ളാഹിന്റെ പ്രവാചകർ ശരിയില്ലാത്ത ഏതൊരു കാര്യമുണ്ടോ അതാണ് വശറൽ ഉമൂർ. മതകാര്യം വെച്ച് ഷർറായ കാര്യം, ഹറാമായ കാര്യങ്ങളൊക്കെ തന്നെ. അത് ശിർക്കിലെത്തിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്, ശിർക്കിലല്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? സമസ്തക്കാരെന്ത് ചെയ്യുന്നു? പ്രമേയത്തിൻ്റെ പാസ്സാക്കി കേരളത്തിൽ മുസ്ലിങ്ങൾ 1000 വർഷമായി ചെയ്തു വരുന്നു, ഇപ്പോൾ ചെയ്തു വരുന്ന താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയും 31ഓളം അനാചാരങ്ങൾ എഴുതിയുണ്ടാക്കി മറ്റുപോയ മഹാത്മാക്കളോട് സഹായിപ്പേർന്ന് അടക്കം പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? മൗലൂദ്, റാത്തീബ്, ഹദ്ദാദ്, കുത്തുബൈത്ത്, മരണാനന്തര ജീവിതത്തിൽ ഉണ്ടാകുന്ന അനാചാരങ്ങൾ, ധാരാളം അനാചാരം 31ഓളം അനാചാരങ്ങൾ എഴുതിണ്ടാക്കിയിട്ട് ഇത് മതാനുഷ്ഠാനങ്ങളാകുന്നു എന്നെന്ത് ചെയ്തു? അവർ പാസ്സാക്കിയെടുക്കേണ്ടായത്. സഭ കൂടി പാസ്സാക്കിയെടുക്കേണ്ടിയിരുന്നു 100 വർഷം മുമ്പ് മുതൽ. അങ്ങനെ അതിനെ പിൻപറ്റുക. ആ പിൻപറ്റിയുള്ള ജീവിതം എന്താവുന്നു? അതെന്താവുന്നു? അത് അവർക്ക് ചെയ്യുന്ന ആരാധനകളാവുന്നു. ആ പുരോഹിതന്മാരെ പിൻപറ്റി. അങ്ങനെ ഈ പണ്ഡിത പുരോഹിതന്മാരെ നാളെന്ത് ചെയ്യുന്നു? അവർ അല്ലാഹു തആല അവരെ പിൻപറ്റിയവരും കൂടി പല ഹാജരാക്കപ്പെടുമ്പോൾ
അള്ളാഹിനോട് കേൾച്ച് പറയണേ, ഞങ്ങളിതാ പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റി, ഞങ്ങൾ പിൻപറ്റി, അവർ ഞങ്ങൾ വഴിപ്പിച്ചു എന്നുള്ള കാര്യം അവർ എടുത്തുകൊണ്ട് ഉദ്ധരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് എന്തല്ല പറഞ്ഞത്, യാതൊരു കാര്യമില്ല. അക്കാര്യം എന്ത് വേണ്ടിയിരുന്നു? ഇവിടെ വെച്ചിട്ട് തന്നെ അവർ തീരുമാനിക്കുന്ന വിഷയമായിരുന്നു അത്. അള്ളാഹു തആല ഖുർആൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽ പറഞ്ഞത് അതായിരിക്കും പിൻപറ്റുക. അത് ഇല്ലാത്ത കാര്യങ്ങൾ പിൻപറ്റുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുന്നത്. പ്രവാചകനെ വിട്ടുകൊണ്ട് സ്വന്തമായി ഖുർആനോ ഹദീസോ നമുക്ക് പഠിപ്പിച്ചു തരാത്ത ഫത്വകൾ, ആ ഫത്വകളെ പിൻപറ്റി ജീവിക്കുമ്പോൾ അപകടം വരും. അതെന്ത് ചെയ്യുന്നു? അതാണ് ഈ പറഞ്ഞ ആയത്തിൽ ഉള്ളത്. അവർ ഉപയോഗിച്ചു പോയി. അത് അവിടെ വെച്ച് പറഞ്ഞാൽ അത് കാര്യമില്ല. അവിടെ വെച്ച് ബോധ്യപ്പെടുന്നത് അവർ പിൻപറ്റിയ ആളുകളൊക്കെ തന്നെ വഴിച്ചു പോയി എന്നുള്ള കാര്യം അവർക്ക് അവിടെ വെച്ചിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് തന്നെ ഖുർആൻ എന്ത് ചെയ്തു? പഠിപ്പിച്ചു തന്നു. ആ കാര്യം പഠിച്ചില്ല. ഒന്നാമത്തെ ഫർള് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് 5 വക്ത് നമസ്കാരം നിർബന്ധമാക്കിയതിന് മുമ്പ് നമുക്ക് ഫർളാക്കിയ കാര്യമാണ് ഖുർആൻ പഠിക്കുക എന്നുള്ളത്. ആ ഖുർആൻ 13 വർഷക്കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വക്ത് നമസ്കാരം വരെ നിർബന്ധമാക്കാതെ ഖുർആൻ പഠിപ്പിച്ചത്. ശുദ്ധീകരണത്തിന് വേണ്ടി ആയിരുന്നു അത്. ശുദ്ധീകരിച്ചെടുക്കുക പാപങ്ങളിൽ നിന്നൊക്കെ തന്നെ. ആ ഫർള് 13 വർഷക്കാലം. പിന്നീട് ശേഷിക്കുന്ന 10 വർഷക്കാലമാണ് നമസ്കാരവും മറ്റുള്ള എല്ലാ അമലും കൂടി, ഫർള അമലുകളൊക്കെ തന്നെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവർ ഗൗരവം മനസ്സിലാക്കുക. 5 വക്ത് നമസ്കാരം, അതിന് പ്രാധാന്യം. ഈ 5 വക്ത് നമസ്കാരം കൃത്യമായി പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കുന്നുവെങ്കിൽ അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല എന്ത്? ഹജ്ജ്. അത് മനസ്സിലാക്കണം. ഫർള ഹജ്ജ് 5 വക്ത് നമസ്കാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പള്ളിയിൽ നിർബന്ധമായി നമസ്കരിക്കുന്നു കൃത്യമായ ജമാഅത്തായി. എങ്കിൽ ഫർളായ മറ്റുള്ള എല്ലാ അമലുകളുണ്ട്. അതിനേക്കാളൊക്കെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ 5 വക്ത് നമസ്കാരങ്ങൾ ആണ് എന്നുള്ള കാര്യം നമുക്ക് നല്ല ഒരു ബോധം വേണം. അഫ്ള് ഏറ്റവും നമ്മൾക്ക് സ്റ്റഡി കൊണ്ട് ചെയ്യുന്ന അമലുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഫർളായ നിസ്കരിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള അമലുകളൊക്കെ തന്നെ നമുക്ക് ഫർള് വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് വേണം? പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ചു പഠിക്കണം. കാരണം നോമ്പ് വർഷത്തിലാണ്, ഹജ്ജ് വർഷത്തിലാണ്, സക്കാത്ത് വർഷത്തിലാണ്, ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കലാണ്, സക്കാത്ത് വർഷത്തിലാണ്, നോമ്പ് വർഷത്തിലാണ്. അപ്പോൾ അതൊക്കെ നിത്യജീവിതത്തിൽ നമുക്ക് നിർബന്ധമാകുന്ന എന്താണോ അത് നമസ്കാരമാണ്. അപ്പോൾ ആ നമസ്കാരം എന്ത് ചെയ്യണം? കൃത്യമായി നമസ്കരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നിർബന്ധമാകുന്നത് ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കുക. അറബികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതി കേട്ട് കഴിഞ്ഞാൽ അർത്ഥം അറിയാമായിരുന്നു. അത് തഫ്സീർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വരുത്തിയിരുന്നു. അപ്പോൾ ഖുർആനും ഹദീസും അർത്ഥത്തോട് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മളിലുള്ള നമസ്കാരം കഴിഞ്ഞാൽ 5 വക്ത് നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ള സമയങ്ങളിൽ ഏറ്റവും കൂലി കിട്ടുന്നത് ഹജ്ജിനേക്കാളേറെ എന്തൊക്കെ അമലുകൾ നമ്മൾ ചെയ്യുന്നോ അപ്പോൾ അഫ്ളൽ അമല് പറഞ്ഞല്ലോ നമസ്കാരമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് ദീൻ പഠിക്കുക. ദീൻ ഇല്ല പഠിക്കാത്തത് കൊണ്ടാണ് അപകടം സംഭവിക്കുന്നത്. ആ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമസ്കാര സമയമാകുമ്പോൾ നമസ്കരിക്കുക. പിന്നീട് വീണ്ടും ദീൻ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇത് മരണം വരെ നമ്മൾ തുടരണം. ഖുർആനും ഹദീസും അർത്ഥത്തോടുകൂടി പഠിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകും. അതേപോലെ തന്നെ ഖുർആൻ ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ അതും പഠിച്ചറിയണം. ആ ഖുർആൻ അനുസരിച്ച് ഹദീസ് അനുസരിച്ച് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് സ്വന്തമായ ഒരു ഫത്വകൾ ഇറക്കാൻ പാടുള്ളതല്ല. ആ ഖുർആൻ അനുസരിച്ച് ഹദീസ് അനുസരിച്ച് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് മാതൃകയായി പഠിപ്പിച്ചു കൊടുത്തു, ആ മാതൃകാ ജീവിതം അതായിരിക്കും നാം പിൻപറ്റേണ്ടത്. എല്ലാ എങ്കിൽ നമ്മൾ വഴിയിച്ചു പോകും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചര്യകൾ ജീവിതത്തിൽ പാർഥ്യമാക്കി അള്ളാഹുവിൻ്റെ അതിന് ഇഷ്ടപ്പെട്ട ദാസന്മാരെ ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ബദാൽ ഇസ്ലാം ഗരീബ,
വസഊദ കമാ ബദാ. ഇസ്ലാം വളരെ കുറഞ്ഞ പരിചയമില്ലാത്ത അപരിചിതാവസ്ഥയിലാണ് തുടങ്ങിയിട്ടുള്ളത്. അത് അപരിചിതാവസ്ഥയിലേക്ക് തന്നെ മടങ്ങും. എങ്ങനെയാണോ അത് തുടങ്ങിയത് അങ്ങോട്ട് തന്നെ മടങ്ങും എന്ന്. എന്നാൽ ഒരാൾ, രണ്ടാൾ, മൂന്നാൾ, നാലാൾ എന്നിങ്ങനെയാണ് എന്ത് ചെയ്തത്? ഇസ്ലാമിൻ്റെ ആരംഭകാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തപ്പോൾ ആദ്യമായി പുരുഷന്മാരിൽ വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അടിമകളിൽ ബിലാൽ റളിയല്ലാഹു അൻഹു, കുട്ടികളിൽ അലി റളിയല്ലാഹു അൻഹു, സ്ത്രീകളിൽ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ഇങ്ങനെ ആയിരുന്നു ആദ്യ കാലഘട്ടത്തിലെ ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടം. പിന്നെ എന്ത് ചെയ്തു? വളർന്നു. നമുക്കറിയാം, മക്ക ഫതഹ് സംഭവിക്കുമ്പോൾ ഉണ്ടായ കാലഘട്ടം മുഴുവനും കീഴടങ്ങി പോയി. പിന്നീട് എന്ത് ചെയ്യുന്നു? ഇനി ഇത് എന്ത് ചെയ്യുന്നു? കുറേ നിലനിൽക്കും. ഏതുവരെ? ഇനി ഇത് അങ്ങോട്ട് തന്നെ മടങ്ങും എന്ന് പറഞ്ഞാൽ ഈ അപരിചിതാവസ്ഥയിലേക്ക് തന്നെ മടങ്ങും. അതായത് വളരെ കുറഞ്ഞ ആളുകളിലേക്ക് മടങ്ങും ഇത്. എങ്ങനെയാണോ അത് ആരംഭിച്ചു അപ്രകാരത്തിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ഏതോ ഒരു പുണ്യകർമ്മങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കി കാണാം, ആദ്യം കുറേ ആളുകളുണ്ടാവും, പിന്നീട് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരും. ആ കുറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മംഗളം ആശംസിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഖുർആൻ ക്ലാസ് ഈ പള്ളിയിൽ വെച്ച് തുടങ്ങുമ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ധാരാളം ആളുകളുണ്ടായിരുന്നു. ആ ആളുകളൊക്കെ തന്നെ വളരെ ആളുകൾ പല കാരണത്താൽ എന്ത് ചെയ്തു? അവർ പോയി ദുനിയാവിലേക്ക് പോയവരുണ്ടായേക്കാം, അതേപോലെ പരലോക വിജയത്തെ ഉദ്ദേശിച്ച് പോയവരുണ്ടായേക്കാം. ഏതായാലും ശരി, എന്ത് ചെയ്യുന്നു? ആളുകൾ പോയിക്കൊണ്ടിരിക്കും, വളരെ കുറഞ്ഞുപോയി. ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ഖുർആൻ ക്ലാസ് തുടങ്ങിയപ്പോൾ. ഈ പള്ളിയിൽ വെച്ച് ഈ ഖുർആൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ഇതിൽ നിന്നും ധാരാളം ആളുകൾ കൊഴിഞ്ഞുപോയി. കുറഞ്ഞു വരുന്നു, വളരെ കുറഞ്ഞുപോയി എന്നുള്ള ആ ഒരു വിഷയത്തിലാണ് എന്ന കാര്യമാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? മംഗളം പറഞ്ഞിരിക്കണം. ആ അപരിചിതർക്ക് മംഗളം. അപ്പം നമ്മൾ കുറച്ചാളുകളെ കുറിഞ്ഞു. ഏത് വിഷയം അങ്ങനെ തന്നെ നമുക്ക് നോക്കിയാൽ ദീനി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ മുജാഹിദീങ്ങൾ ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് നമ്മൾ മുജാഹിദീങ്ങൾ. അപ്പോൾ നമ്മളെ പല എതിർപ്പും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വകവെക്കാതെ എന്ത് ചെയ്യുന്നു? ജനങ്ങളെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവും. അത് ക്ഷമിക്കുക. നമ്മൾ ചെയ്തെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ ഒരു ബോധം നമുക്കുണ്ടാവുക. അപ്പോൾ കുറഞ്ഞ ആളുകൾ ആയിക്കോട്ടെ, എത്ര കുറച്ച് ആളുകളായാലും ശരി, പതിവായി നാം ചെയ്ത കർമ്മം എന്ത് ചെയ്യുക? കുറച്ചുകൾ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അള്ളാഹു ഭവനത്തിൽ വെച്ചാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ച തമ്പുരാൻ്റെ കാരുണ്യം നമ്മൾ ചെരിഞ്ഞുകൊണ്ടിരിക്കും. പാപങ്ങൾക്കൊക്കെ പുറത്തുതരാൻ മനക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നുള്ള അള്ളാഹു നമ്മളെ സംബന്ധിച്ച് സാധിച്ചു കൊണ്ടിരിക്കും. വളരെ ബോധത്തോടു കൂടി ആ പുണ്യം നേടുവാനായി ാണ് നമ്മളിവിടെ ഹാജരായിട്ടുള്ളത്. ആ നിയ്യത്താണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കുക എന്നുള്ള ഈ വിഷയം മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമ്മേവർക്കും തൗഫീഖ് മാറട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. انت المستعان عليك البلاغ لا حول ولا قوه الا بالله. അല്ലാഹുവേ, ഞങ്ങൾ രോഗം കൊണ്ട് വിഷമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിലുണ്ട്, അതേപോലെ തന്നെ ഹോസ്പിറ്റലിലുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. പലരും വസിയത്ത് ചെയ്തിട്ടുണ്ട്, പലരും ചെയ്തിട്ടുമില്ല. ഞങ്ങൾക്കും അവർക്കൊക്കെ തന്നെ അല്ലാഹുവേ നീ ശിഫ നൽകാനമേ തമ്പുരാനെ. പ്രയാസങ്ങൾ പലതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മുസ്ലിമീങ്ങളായ ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മുസ്ലിമായ പേരിൽ തന്നെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ മോചനം നൽകണമേ തമ്പുരാനെ. അതോടുകൂടി
ക്ഷമയും നൽകണമേ. ഞങ്ങൾക്ക് മോൾക്കൊക്കെ ക്ഷമ നീ നൽകണമേ തമ്പുരാനെ. ഈ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാനുള്ള ക്ഷമ ഹിദായത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ദുആ നീ സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് ഉള്ള മനസ്സിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാം. നല്ല കാര്യങ്ങൾ, ഹലാലായ കാര്യങ്ങൾ നീ ഞങ്ങൾ സാധിപ്പിച്ചു തരണമേ. ആയുസ്സും ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണമേ. എൻ്റെ ദീൻ ഇസ്ലാമിൽ പ്രവർത്തിക്കുവാൻ ആവശ്യമായ ഞങ്ങൾക്ക് എല്ലാ ആരോഗ്യവും അതേപോലെ തന്നെ കഴിവ് നീ നൽകണമേ തമ്പുരാനെ. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.